എന്റെ ഭഗവാനെ, ഈ ലോകത്തിലുള്ള എല്ലാവരെയും കാത്തോണേ, ആർക്കും ഒരു അസുഖം വരുത്തല്ലേ. നന്നായി. ഡോക്ടറായി എന്നെ കുറിച്ച് നിനക്ക് വല്ല ഇതുണ്ടാ? എന്തുണ്ടാന്ന്? വല്ല ചിന്തയുണ്ടോ നിനക്ക്? 24 മണിക്കൂർ ഈ വീട്ടിൽ കുത്തിയിരുന്ന് നിങ്ങളെ പറ്റി മാത്രമാ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. എന്നോടാണ് ഈ വർത്താനം പറയുന്നത്. എന്നിട്ടാണ് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണത്? എന്ത്? ലോകത്തുള്ള ആർക്കും ഒരു അസുഖം വരുത്തല്ലേന്ന്. അങ്ങനെയല്ലേ? അസുഖം വന്നില്ല എനിക്ക് പണിയുണ്ടാവോ? എല്ലാവർക്കും അസുഖം വരണത് പ്രാർത്ഥിക്ക്. എല്ലാവർക്കും അസുഖം വരണേ, എല്ലാവർക്കും അസുഖം വരണേ. മതിയാ? ഇപ്പൊ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഒരാളുടെ വയറ് കീറി ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടാണ് ഈ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ട്രൗസറും കീറിയിട്ടുണ്ടാവും. നമുക്ക് ജീവിക്കണ്ടേ? ഒരു കാര്യം ഞാൻ പറയട്ടെ, വയറ് കീറുന്നേക്കെ കൊള്ളാം, പക്ഷെ ശ്രദ്ധിച്ച് കീറണം. കഴിഞ്ഞ ദിവസം ഒരു രോഗിയുടെ വയറ് കീറിട്ട് എന്താ സംഭവിച്ചത്? സ്പോഞ്ച് അയാളുടെ വയറിന്റെ ഉള്ളിൽ വെച്ചിട്ട് മറന്നുപോയി. എന്നിട്ട് പിന്നെ എങ്ങനെയാ അയാളുടെ സ്പോഞ്ച് വയറ്റിലുള്ളതെന്ന് മനസ്സിലായത്? അതെ, ശസ്ത്രക്രിയ കഴിഞ്ഞ് അയാൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ എന്നെ ഫോൺ ചെയ്താണ്. ഡോക്ടറെ, എനിക്ക് ഭയങ്കര വെള്ളം ദാഹം, എന്തോരം വെള്ളം കുടിച്ചിട്ട് എനിക്ക് മതിയാവണമെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന സ്പോഞ്ച് അയാളുടെ വയറിനകത്താണ്. പിന്നെ വിളിച്ചു വരുത്തി വീണ്ടും ഇത് ചെയ്തിട്ട് ഞാൻ പുറത്തെടുത്തു. എന്തായാലും പുറത്തെടുത്തല്ലോ, അത് മതി. പിന്നെ എനിക്കേ ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങോട്ട് വന്നേ. വൈകുന്നേരം ഇതല്ലെന്നൊരു കാര്യം. പിന്നെ അതെ, നമ്മളുടെ ഇടയിൽ ഒരു സന്തോഷം വരാൻ പോകുന്നു. ഏത് സന്തോഷം? അത് സംഭവിക്കൂല. സന്തോഷല്ല, സന്തോഷം. എന്ത് സന്തോഷം? നമ്മളുടെ ഇടയിൽ മൂന്നാമതൊരാള് വരാൻ പോവാ. റിയലി? സത്യം? ഓളക്കയിൽ നീരാടി, ഓലത്തുമ്പിൽ ചാഞ്ചാടി, ഇപ്പോഴാണ് ഭഗവാൻ എനിക്കൊരു ആശ്വാസമായത്. 10 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. എവിടെ ചെന്നാലും ചോദിക്കും എന്തായി, ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റുമോന്ന്. ഇപ്പോഴെങ്കിലും അതിനൊരു തീരുമാനമായല്ല. സന്തോഷം. അയ്യോ, ആക്കാലല്ല, അമ്മാവനെ അമ്മായിനെയും കൂട്ടിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് നമ്മുടെ കൂടെ കുറച്ച് ദിവസം നിക്കാനായിട്ട്. എന്റെ അമ്മായി വന്നണ്ട? അപ്പൊ കുഞ്ഞിക്കാലല്ല, മന്ദംകാലാണ്. ഇവിടെ ആരാ വരണെന്ന് പറഞ്ഞത്? അമ്മാവൻ. അപ്പൊ ചൊറി പിടിച്ചൊരു കാലം കൂടിയുണ്ട്. പിന്നെ മനുഷ്യന് എത്ര നേരം അറിയോ പേഷ്യൻസ് ഒക്കെ വന്ന് വെയിറ്റ് ചെയ്യുന്നു. നീ പൊക്കോ.